ഇന്ന് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, ബ്രെഡ് എന്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ, എന്നാൽ 10 മിനിറ്റ് പോലും വേണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള വളരെ എളുപ്പമുള്ള ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കുരുമുളക് പൊടി, ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ആ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് പോകേണ്ട, അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് കോരി മാറ്റാം. അതേ പാനിലേക്ക് വീണ്ടും ഒരു കഷ്ണം ബട്ടർ ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്തത്. മൈദയോ കോൺഫ്ലോർ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിട്ടൊന്ന് വഴറ്റി ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് ഒറിഗാനോ എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. എൻ്റെ മല്ലിയില ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, അത് കുറച്ച് പഴുത്ത് പോയിട്ടുമുണ്ട്, അതൊന്ന് ക്ഷമിച്ചേക്കുക. എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ് ബട്ടർ ഗാർലിക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് പോലും തികച്ചു വേണ്ട ഇതുണ്ടാക്കിയെടുക്കാൻ. വെളുത്തുള്ളി പൊളിക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.